ഹായ്, ബീവിസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പഴയ ഡിഷ് വാഷ് ബോട്ടിൽ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മൊബൈൽ ഹാങ്ങറാണ്. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഡിഷ് വാഷ് ലിക്വിഡിൻ്റെ ഒരു പഴയ ബോട്ടിൽ മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. ആദ്യം തന്നെ ബോട്ടിലിന് മുകളിലുമുള്ള സ്റ്റിക്കറൊക്കെ റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുക. അതിനുശേഷം ബോട്ടിലിൻ്റെ ബേസിൽ നിന്ന് 11 സെൻറ്റിമീറ്റർ മുകളിലായി 4 വശങ്ങളിൽ ഓരോ ലൈൻ മാർക്ക് ചെയ്യുക. ഇപ്പോൾ വരച്ച 4 ലൈനിനെ യോജിപ്പിച്ചെടുക്കുക. ബോട്ടിലിൻ്റെ ഒരു വശം സെലക്ട് ചെയ്ത് നേരത്തെ വരച്ച ലൈനിൻ്റെ സെൻറ്ററിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ മുകളിലേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. ആ പോയിൻ്റിൽ നിന്ന് ആദ്യം വരച്ച ലൈനിലേക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ ചരിച്ച് 2 ലൈൻസ് വരയ്ക്കുക. ആദ്യം വരച്ച ലൈനിൻ്റെ 2 സെൻറ്റിമീറ്റർ താഴെയായി 4 വശങ്ങളിലേക്കും പോയിൻ്റ് മാർക്ക് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇനി ഈ ലൈൻസിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യാം. ഇതേപോലെ ഇവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് ആണിയോ കമ്പിയോ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് ഈ ഹോള് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹോള് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിയേറ്റ് ചെയ്യുക, അതിനുശേഷം പെയിൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത് സെല്ലോ ടാപ്പിനെ വിലങ്ങനെയും കുറുങ്ങനെയും ഒട്ടിച്ച് അതിൻ്റെ ഇടയിൽ കാണുന്ന ഗ്യാപ്പിലൊക്കെ ഞാൻ വ്യത്യസ്ത കളറിലുള്ള പെയിൻറ്റ് കൊണ്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നല്ലവണ്ണം ഉണങ്ങാനായി വെക്കുക. ഉണങ്ങിയതിന് ശേഷം സെല്ലോ ടാപ്പ് പറിച്ചെടുക്കുക. നല്ലവണ്ണം ഉണങ്ങിയാൽ മാത്രമേ പറിച്ചെടുക്കാൻ പാടുള്ളൂ. ഈ മൊബൈൽ ഹാങ്ങറിനെ നിങ്ങൾക്ക് ഒരു ആണിയോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള സ്റ്റിക്കർ ഹാങ്ങറോ യൂസ് ചെയ്ത് പ്ലഗിനടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.